ഗൈസ് നമ്മളെല്ലാവരും വണ്ടിയിൽ സെറാമിക് കോട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണ്. കാര്യം വണ്ടിയുടെ തിളക്കം അതേപോലെ തന്നെ കളർ എല്ലാം അടിപൊളിയായിട്ട് നിൽക്കുമല്ലോ. പക്ഷേ സെറാമിക് കോട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ 20,000 തൊട്ട് 25,000 രൂപ വിലയാണ്. പക്ഷേ നമുക്ക് ഇത്രയും ആവശ്യമൊന്നുമില്ല. നമുക്ക് നിസ്സാരമായിട്ട് ഇത് നമ്മുടെ കുറച്ച് ചിലവിൽ നമുക്കിത് വീട്ടിൽ തന്നെ ചെയ്യാം. അതായത് നമ്മുടെ വണ്ടിയിൽ നമുക്ക് തന്നെ ചെയ്യാൻ പറ്റും. പക്ഷേ കുറച്ച് മെനക്കെടുന്ന മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഇന്ന് എങ്ങനെ സെറാമിക് കോട്ടിങ് അല്ലെങ്കിൽ വാക്സ് കോട്ടിങ്, ഇന്ന് നമ്മൾ ലിക്വിഡ് വാക്സ് കോട്ടിംഗ് ആണ് ചെയ്യുന്നത്. അതായത് സെറാമിക് കോട്ടിങ്ങിൻ്റെ അത്രയും തന്നെ ക്വാളിറ്റിയോട് കൂടി നിൽക്കുന്നതും എന്നാൽ ലൈഫ് ഉള്ളതാണ്. ഏകദേശം 1 കൊല്ലത്തോളം ലൈഫ് കിട്ടുന്നതുമായിട്ടുള്ള വാക്സ് കോട്ടിംഗ് ആണ് നമുക്കിന്ന് വണ്ടിക്ക് കൊടുക്കുന്നത്. അപ്പം വണ്ടിക്ക് ഇത് കൊടുത്തു കഴിഞ്ഞാൽ എന്നാ ഗുണം എന്നുള്ളതെന്ന് വെച്ചാൽ ഒന്ന് വാട്ടർ റിപ്പലൻ്റ് ആണ്. പിന്നെ രണ്ടാമത്തെ ഗുണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വണ്ടിയുടെ കളറെല്ലാം മെയിൻറ്റെയിൻ ചെയ്യുകയും ചെയ്യും. അതായത് നമ്മുടെ പഴയ ഇപ്പം ഒരു 2 കൊല്ലമൊക്കെ കഴിഞ്ഞാൽ 3 കൊല്ലമൊക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വണ്ടിയുടെ കളർ പതുക്കെ മങ്ങാൻ തുടങ്ങും. അപ്പോൾ നമുക്ക് ആ പഴയ കളറിലോട്ട് റീഗെയിൻ ചെയ്തുകൊണ്ട് നമുക്ക് ഒരു വാക്സ് കോട്ടിങ് ഒരു തിളക്കം നിർത്തിക്കൊണ്ട് ചെയ്യാനുള്ളതാണ്. അതായത് നമ്മുടെ ക്ലിയർ കോട്ടിൻ്റെ ആ കളർ ഒന്നും കൂടെ ഒന്ന് ബൂസ്റ്റ് ചെയ്തെടുക്കാനായിട്ട് വേണ്ടി നമുക്കിത് ഉപയോഗിക്കാം. അപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന 2 മെറ്റീരിയൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് മോട്ടോമാക്സിൻ്റെ 2K റബ്ബിംഗ് കോമ്പൗണ്ടാണ്. ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചെറിയ ചെറിയ സ്ക്രാച്ചുകളൊക്കെ നമ്മുടെ വണ്ടിയിൽ തൂത്ത് കളയാൻ വേണ്ടിയിട്ടും, അതായത് ചെറിയ ചെറിയ സ്ക്രാച്ച് ഈ ക്ലിയർ കട്ടാകാത്ത പെയിൻറ്റ് കട്ടാകാത്ത സ്ക്രാച്ചുകളെല്ലാം കട്ട് ചെയ്ത് കളയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ റബ്ബിംഗ് കോമ്പൗണ്ട് ഉപയോഗിക്കുന്നത്. ഇത് വെച്ച് നമ്മൾ റബ്ബിംഗ് കോമ്പൗണ്ട് വയ്ക്കും. അപ്പോൾ അതിന് ഒരു മിനിമം ഒരു തിളക്കം വരാൻ തുടങ്ങും വണ്ടിയുടെ. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ ഈ ചെളി കാരണം അല്ലെങ്കിൽ ചെളിയൊക്കെ കയറി പിടിച്ച കട്ടായ കളറുകളെല്ലാം വീണ്ടും പഴയ പോലെ റീഗെയിൻ ചെയ്യാൻ തുടങ്ങുകയും ചെയ്യും. അത് കഴിഞ്ഞ് നമ്മൾ സെക്കൻഡ് കോട്ട് കൊടുക്കുന്നത് 3mm പ്രീമിയം ലിക്വിഡ് മാക്സ് ആണ്. അതായത് ഇതൊരു വാക്സ് കോമ്പൗണ്ടാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ശരിക്കും വണ്ടിക്ക് നല്ല തിളക്കം നൽകുന്ന, അല്ലെങ്കിൽ ഒരു ക്ലേസിങ് അല്ലെങ്കിൽ ഒരു റിഫ്ലക്ഷൻ നൽകുന്നത് ഇത് തന്നെയാണ്. അപ്പോൾ നമ്മൾ ഇതും കൂടെ നമ്മുടെ വണ്ടിയിലോട്ട് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു മിറർ ഇഫക്റ്റ് നമ്മുടെ വണ്ടിയിൽ കിട്ടും. അപ്പം നമുക്ക് നിസ്സാരമായിട്ട് നമുക്ക് വീട്ടിൽ തന്നെ ഇത് നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് വീഡിയോയിലൂടെ കാണാം. നമ്മുടെ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വണ്ടി നന്നായിട്ട് കഴുകുക. വണ്ടി നന്നായിട്ട് തന്നെ നല്ല സോപ്പ് ഷാമ്പു വെച്ച് നന്നായിട്ട് കഴുകി ഉണക്കിയെടുക്കാനുള്ളതാണ് ആദ്യത്തെ പടി. ഇത് നമ്മുടെ P2000 സാൻഡ് പേപ്പറാണ്. ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ പെയിൻറ്റ് കട്ടായ സ്ഥലങ്ങളിൽ, അതായത് റബ്ബിംഗ് കോമ്പൗണ്ടിന് കംപ്ലീറ്റ് പെയിൻറ്റ് എപ്പോഴും കട്ട് ചെയ്ത് കളയാൻ പറ്റത്തില്ല. ഇതേപോലെ പെയിൻറ്റ് കട്ടായ സ്ഥലങ്ങളിലെ പെയിൻറ്റ് നമ്മൾ ഈ 2000 സാൻഡ് പേപ്പർ ഉപയോഗിച്ച് നന്നായിട്ടൊന്ന് സാൻഡ് ചെയ്യണം. അപ്പോൾ തന്നെ അവിടുത്തെ പെയിൻറ്റ് റിക്കവർ ചെയ്യാൻ പറ്റും. ഈ ക്ലിയർ കോട്ട് കട്ടായ പെയിൻറ്റുകളാണ് നമ്മൾ സാൻഡ് ചെയ്ത് കളയുന്നത്. ഇതേപോലെ ഈ ഡോറിൻ്റെ സൈഡിലൊക്കെ നന്നായിട്ട് പെയിൻറ്റ് പോകാൻ ചാൻസ് ഉണ്ട്. അതേപോലെ തന്നെ ഡോർ ഓപ്പൺ ചെയ്യുന്ന ഡോർ ക്ലിപ്പിൻ്റെ സൈഡിലും പെയിൻറ്റ് പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇത്ര സൈഡുകളിലെ പെയിൻറ്റ് പോകുന്നിടത്തെല്ലാം നമ്മുടെ സാൻഡ് പേപ്പർ നന്നായിട്ട് ഉരച്ചുകൊണ്ട് ആ പെയിൻറ്റ് ഒന്ന് റിക്കവർ ചെയ്തെടുക്കാൻ പറ്റും. ഒത്തിരി പെയിൻറ്റ് കട്ട് ചെയ്താണെങ്കിൽ നമുക്ക് കളയാൻ പറ്റത്തില്ല, അവിടെ പെയിൻറ്റ് ചെയ്യേണ്ടി വരും. ഹെഡ്ലൈറ്റിൽ നന്നായിട്ട് കളർ മങ്ങിയതും അതേപോലെ തന്നെ നല്ല സ്ക്രാച്ചും ഒക്കെ ആണെങ്കിൽ നമ്മുടെ 2000 സാൻഡ് പേപ്പർ ഉപയോഗിച്ച് നന്നായിട്ടൊന്ന് സാൻഡ് ചെയ്ത് നമ്മുടെ വെള്ളം ഒഴിച്ചുകൊണ്ട് തന്നെ സാൻഡ് ചെയ്യണം. അപ്പോൾ വണ്ടിയുടെ ഏകദേശം വാഷിങ് കഴിഞ്ഞിട്ടുണ്ട്. വണ്ടി ഇനിയൊന്നും നമുക്ക് ഉണങ്ങിക്കഴിഞ്ഞിട്ടാൽ മതി. ഇപ്പം നമ്മളിപ്പം കണ്ടോ ഇത് തൂത്തടത്തല്ല ഒരു ചെറിയൊരു നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ ഒരു കളർ ഫെയ്ഡ് ശരിക്കും മനസ്സിലാവും. അതായത് നമ്മുടെ സാൻഡ് പേപ്പർ പിടിച്ച സ്ഥലമാണ് ഇതെല്ലാം കണ്ടോ ഈ കാണുന്നത്. അപ്പോൾ ഇതാണ് വണ്ടിയുടെ ഒറിജിനൽ കളർ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ഒറിജിനൽ കളർ ഇതാണ്. അപ്പോൾ ഈ കളറിലോട്ട് നമുക്ക് കൊണ്ടുവരികയും ചെയ്യണം, അതേപോലെ നമുക്ക് ആ പഴയ തിളക്കം നിലനിർത്തുകയും ചെയ്യണം. അപ്പോൾ ഏകദേശം നമ്മൾ വണ്ടി കഴുകി ഈ വണ്ടി നമുക്കൊന്ന് ഉണക്കിയിട്ട് നമുക്ക് അടുത്ത പരിപാടിയിലോട്ട് കൊടുക്കാം. അപ്പോൾ ഇതുകൊണ്ട് നമ്മളിത് ഹെഡ്ലൈറ്റ് നമ്മൾ ആ സാൻഡ് പേപ്പർ ചെയ്തപ്പോൾ ഇതുണ്ടെങ്കിൽ ഒരു മൂടൽ പോലെയാവും. നമ്മളിനി ഇത് വാക്സൊക്കെ പിടിച്ചാണ് പഴയ രീതിയിലോട്ട് കൊണ്ടുവരുന്നത്. ഇപ്പോൾ നമുക്കിങ്ങനെ ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ പോറലെല്ലാം പൊക്കോളും കേട്ടോ. കംപ്ലീറ്റ് പോറലും എല്ലാ കാര്യങ്ങളും പൊക്കോളും. അത് വേറൊരു ഗുണമാണ് ഇതിൻ്റെ. അപ്പോൾ നമ്മുടെ വണ്ടി നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട്. ഇനി നമ്മുടെ അടുത്ത ഘട്ടത്തിലേക്ക് കിടക്കാം. നമ്മുടെ 2 കോമ്പൗണ്ടും കൂടാതെ 1-2 മൈക്രോ ഫൈബർ ക്ലോത്തോ അതേപോലെ തന്നെ ഒരു സ്പോഞ്ചിൻ്റെ പീസോ ഇതിൽ കാണുന്ന പോലത്തെ സ്പോഞ്ചിൻ്റെ പീസോ ഉണ്ടായിരിക്കുന്നത് നല്ലതായിരിക്കും. നമുക്ക് റബ്ബ് ചെയ്യാനും അതേപോലെ തന്നെ തുടച്ച് കളയാനും ഏറ്റവും നല്ലത് ഇത് രണ്ടുമാണ്. ഇതില്ലെങ്കിൽ നമുക്ക് നല്ല വേസ്റ്റ് മെറ്റീരിയൽ, കോട്ടൺ ഫൈബർ വേസ്റ്റ് മെറ്റീരിയൽ നമുക്ക് കടയിൽ മേടിക്കാൻ കിട്ടും. അപ്പോൾ നമ്മുടെ ആദ്യ ഘട്ടം എന്ന് പറയുന്നത് നമ്മുടെ റബ്ബിംഗ് കോമ്പൗണ്ട് ഉപയോഗിച്ച് ചെറിയ ചെറിയ സ്ക്രാച്ചുകളും മൈന്യൂട്ട് സ്ക്രാച്ചുകൾ അതേപോലെ അല്ല വണ്ടിയിൽ ഡീപ്പായിട്ട് പിടിച്ചിരിക്കുന്ന ചെളികളും എല്ലാം കളയാൻ വേണ്ടിയിട്ട് നമ്മുടെ റബ്ബിംഗ് കോമ്പൗണ്ട് ഉപയോഗിക്കുന്നു. ഇപ്പോൾ നമ്മുടെ റബ്ബിംഗ് കോമ്പൗണ്ട് ഉപയോഗിക്കുമ്പോൾ നമ്മുടെ സ്പോഞ്ച് ഉപയോഗിച്ചാണ് റബ്ബ് ചെയ്യുന്നത്. അപ്പം ഈ റബ്ബിംഗ് കോമ്പൗണ്ട് ഉപയോഗിച്ച് രണ്ടാമത്തെ കോട്ടിലാണ് നമ്മുടെ വാക്സ് കോട്ടിങ് കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് ആദ്യപടിയായി നമ്മുടെ റബ്ബിംഗ് കോമ്പൗണ്ട് അപ്ലൈ ചെയ്യാം.
റബ്ബിംഗ് കോമ്പൗണ്ട് ഇതേപോലെ വണ്ടിയെ തേച്ച് പിടിപ്പിക്കുക. പിന്നെ നമ്മൾ ഉപയോഗിക്കുന്ന സ്പോഞ്ചിൻ്റെ ഏത് പ്രതലമാണോ തേക്കാൻ ഉപയോഗിക്കുന്നത് അവിടെയും കൂടെ കുറച്ച് റബ്ബിംഗ് കോമ്പൗണ്ട് തൂക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും. അല്ലെങ്കിൽ നമ്മൾ വണ്ടിയിൽ തേച്ചിരിക്കുന്ന റബ്ബിംഗ് കോമ്പൗണ്ട് എല്ലാം ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ ഈ സ്പോഞ്ച് വലിച്ചെടുക്കും. അപ്പോൾ നമ്മൾ സ്പോഞ്ചെ കുറച്ച് വലിച്ച് തേച്ച് പിടിപ്പിക്കുക. പിന്നെ ഓട്ടോമാറ്റിക്കായിട്ട് കുറച്ച് റബ്ബിംഗ് കോമ്പൗണ്ട് ആയി കഴിയുമ്പം കുഴപ്പമില്ല. നമ്മൾ തേച്ച് പിടിപ്പിക്കാനുള്ള റബ്ബിംഗ് കോമ്പൗണ്ട് കുറച്ച് നമ്മുടെ സ്പോഞ്ചിലും കൂടെ തേച്ച് പിടിപ്പിക്കുക. അതേപോലെ തന്നെ നമ്മൾ റബ്ബിംഗ് കോമ്പൗണ്ട് തേച്ചതിന് ശേഷം റൗണ്ട് ഷേപ്പിൽ, അതായത് വട്ടത്തിൽ നമ്മൾ റബ്ബിംഗ് കോമ്പൗണ്ട് തേച്ച് പിടിപ്പിക്കേണ്ടതാണ്. അതായത് ഒരു റൗണ്ട് ആംഗിളിലാണ് ഇത് തേച്ച് പിടിപ്പിക്കേണ്ടത്. ഇത് നന്നായിട്ട് ചെറിയൊരു ഫോഴ്സ് മാത്രം ഉപയോഗിച്ചാൽ മതി. നന്നായിട്ട് തേച്ച് നമ്മുടെ വണ്ടിയുടെ പ്രതലത്തെ പിടിപ്പിക്കുക, നന്നായിട്ട് തെളിക്കുക. അതേപോലെ തന്നെ ഈ തേക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം, നമ്മുടെ ഫൈബർ പാർട്ടുകൾ, അതായത് ഈ ഗ്ലാസിൻ്റെ സൈഡിൽ അതേപോലുള്ള ഫൈബർ പാർട്ടുകളിൽ കൊള്ളാതിരിക്കാൻ ശ്രമിക്കണം. കൊണ്ടാലും വിഷയമില്ല, നമ്മൾ വല്ല ഡാഷ് ക്ലീനർ, ഡാഷ് പോളിഷ് പോലത്തെ സാധനം മേടിച്ച് തൂത്താൽ പോയി പൊക്കോളും. അല്ലെങ്കിൽ ഈ ഭാഗമെല്ലാം വെളുത്ത് കിടക്കും. അപ്പോൾ നന്നായിട്ട് നമ്മുടെ റബ്ബിംഗ് കോമ്പൗണ്ട് ഇതിലോട്ട് തേച്ച് പിടിപ്പിക്കുക, എല്ലാ സൈഡിലോട്ടും തേച്ച് പിടിപ്പിക്കുക. എന്നിട്ട് നമ്മുടെ റൗണ്ട് ഷേപ്പിൽ ഫുള്ള് നമ്മുടെ ഈ സ്പോഞ്ച് വെച്ച് പിടിക്കുക എന്നുള്ളതാണ് നമ്മുടെ ആദ്യത്തെ കടമ്പ. ശേഷം ഒരു 5 മിനിറ്റ് ശേഷം നമ്മുടെ റബ്ബിംഗ് കോമ്പൗണ്ട് അത്ര നന്നായിട്ട് പിടിച്ചിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഒരു ചെറിയ മൂടൽ പോലെയൊക്കെ വന്നിട്ടുണ്ടായിരിക്കും വണ്ടിയിൽ. അപ്പം നമ്മുടെ മൈക്രോ ഫൈബർ ക്ലോത്ത് ഉപയോഗിച്ച് ഇത് നന്നായിട്ട് തുടച്ച് കളയാണ് വേണ്ട അടുത്ത സ്റ്റെപ്പ്. അപ്പം നന്നായിട്ട് ഒരു ചെറിയ ബലം ഉപയോഗിച്ച് നമ്മുടെ വണ്ടിയെ തെച്ചേക്കുന്ന എല്ലാ ഭാഗത്തെയും നമ്മുടെ റബ്ബിംഗ് കോമ്പൗണ്ട് പൂർണ്ണമായിട്ടും തൂത്ത് കളയണം. അതേപോലെ തന്നെ എല്ലാ ഭാഗത്തും എവിടെയെങ്കിലും പറ്റി പിടിച്ചിട്ടുണ്ടെങ്കിൽ അതും തൂത്ത് തരണം. അപ്പം നമ്മൾ ഇത് തൂക്കുമ്പോൾ തന്നെ നമുക്ക് കാണാൻ സാധിക്കും, നന്നായിട്ട് വണ്ടി ആദ്യത്തെ ഘട്ടത്തിൽ തന്നെ വണ്ടി നന്നായിട്ട് തിളങ്ങാൻ തുടങ്ങും, പഴയ കളർ റീഗെയിൻ ചെയ്യാൻ തുടങ്ങും. അപ്പം നമുക്ക് ഇത് നന്നായിട്ട് എല്ലായിടം തൂത്ത് കളയാം. അതേപോലെ തന്നെ ബാക്കിയുള്ളിടത്തും നമുക്ക് നമ്മുടെ നമ്മുടെ റബ്ബിംഗ് കോമ്പൗണ്ട് തേച്ച് നന്നായിട്ട് നമുക്ക് ഈ ചെളിയെല്ലാം കളയാം. സൈഡിലേക്ക് തൂക്കുമ്പോൾ നന്നായിട്ട് ഡസ്റ്റ് പിടിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ നമ്മൾ സാൻഡ് പേപ്പർ ചെയ്തെടുത്തെല്ലാം നന്നായിട്ട് അമർത്തി നമ്മൾ റബ്ബ് ചെയ്യണം. അപ്പോൾ തന്നെ ഓട്ടോമാറ്റിക്കായിട്ടും ആ സാൻഡ് ചെയ്ത അതേ കളർ തന്നെ നമ്മുടെ സാൻഡ് ചെയ്യുമ്പോൾ കിട്ടിയ ആ കളറില്ലേ, അതേ സെയിം കളർ തന്നെ നമ്മുടെ വണ്ടിയിലോട്ട് കംപ്ലീറ്റ് വരുന്നതായിരിക്കും. അപ്പോൾ ഈ ചെളിയും കട്ട പിടിച്ചിരിക്കുന്ന ചെളിയെല്ലാം പൊക്കോളും. ഈ ചെയ്യുമ്പോൾ നന്നായിട്ട് നമ്മുടെ ഈ ഡോർ പാഡിൻ്റെ ഒക്കെ സൈഡിൽ നന്നായിട്ട് റബ്ബ് ചെയ്യുക. കാരണം വെച്ചാൽ അവിടെയൊക്കെ നന്നായിട്ട് കൈ പിടിക്കുന്ന അവിടെയൊക്കെയാണ് നന്നായിട്ട് ചെളിയും കാര്യങ്ങളൊക്കെ കാണും. അപ്പോൾ ഇതെല്ലാം നമുക്ക് ഈ റബ്ബ് ചെയ്ത് തൂത്തുകളയാൻ പറ്റും. ഈ നമുക്ക് തൂക്കുമ്പോൾ തന്നെ അറിയാൻ പറ്റും ആ ചെളി പോകുന്നു, അതായത് ചെളിയും കാര്യങ്ങളും എല്ലാം പോകുന്നു. അതേപോലെ ചെറിയ ചെറിയ സ്ക്രാച്ചുകൾ പോകുന്നതിനോടൊപ്പം തന്നെ വണ്ടി നന്നായിട്ടൊന്ന് തിളങ്ങാൻ തുടങ്ങും. ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ റിഫ്ലക്ഷനൊക്കെ വരാൻ തുടങ്ങും. അപ്പം നമുക്ക് നന്നായിട്ട് ഈ എല്ലാ ഭാഗത്തും വണ്ടിയുടെ കംപ്ലീറ്റ് റൂഫ് എല്ലാം നമുക്ക് റബ്ബിംഗ് കോമ്പൗണ്ട് ഉപയോഗിച്ച് നമുക്കൊന്ന് എല്ലാം ഒന്ന് റബ്ബ് ചെയ്തെടുക്കാം. ഇനി അടുത്ത് നമ്മൾ ഉപയോഗിക്കുന്നത് നമ്മുടെ വാക്സ് കോട്ടിംഗ് ആണ്. റബ്ബിംഗ് കോമ്പൗണ്ട് വെച്ച് കഴിഞ്ഞിട്ട് നമ്മുടെ മൈക്രോ ഫൈബർ ക്ലോത്ത് ഉപയോഗിച്ച് തൂത്ത് കഴിഞ്ഞിട്ട് നമ്മൾ അങ്ങോട്ടാണ് നമ്മുടെ വാക്സ് കണ്ടൻറ്റ് ചുമ്മാ ഒഴിക്കുകയാണ്. വാക്സ് കോട്ടിങ് നന്നായിട്ട് ഒഴിക്കുന്നു. അതേപോലെ തന്നെ നമ്മുടെ ആ സ്പോഞ്ചിലും കുറച്ച് ഒഴിച്ചതിന് ശേഷം റൗണ്ട് ഷേപ്പിൽ നന്നായിട്ട് നമ്മുടെ റബ്ബിംഗ് കോമ്പൗണ്ട് എങ്ങനെ അപ്ലൈ ചെയ്തോ അതേപോലെ തന്നെ നന്നായിട്ട് അപ്ലൈ ചെയ്യുക എല്ലാ സൈഡിലോട്ടും. ഇപ്പം പിശുക്കൊന്നും കാണിക്കേണ്ട, നന്നായിട്ട് നമ്മുടെ കോമ്പൗണ്ട് നിസ്സാരം 300 രൂപയുള്ളൂ ഈ സാധനത്തിൻ്റെ വില. അപ്പം നന്നായിട്ട് നമ്മുടെ കോമ്പൗണ്ട് നന്നായിട്ട് വണ്ടിയിലോട്ട് നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുക. അപ്പം ഓട്ടോമാറ്റിക്കായിട്ട് തേക്കുമ്പോൾ തന്നെ നമുക്ക് കാണാൻ പറ്റും ഒരു ചെറിയ വാക്സ് കോട്ടിങ് നമ്മുടെ വണ്ടിയിലോട്ട് വരികയാണ്. അപ്പോൾ നന്നായിട്ട് റൗണ്ട് ഷേപ്പിൽ എല്ലാ ഭാഗത്തും നമ്മുടെ വണ്ടിയിൽ ഫൈബർ പാർട്ടിലൊന്നും പറ്റാതെ നന്നായിട്ട് തേച്ച് പിടിപ്പിക്കാൻ ശ്രമിക്കുക. സാൻഡ് ചെയ്ത് വെച്ചേക്കുന്നത് നമ്മുടെ ഹെഡ്ലൈറ്റ് നന്നായിട്ട് റബ്ബിംഗ് കോമ്പൗണ്ടും അതേപോലെ തന്നെ വാക്സ് ഉപയോഗിച്ച് നന്നായിട്ട് റബ്ബ് ചെയ്യുക. നന്നായിട്ട് റബ്ബ് ചെയ്യുമ്പോൾ തന്നെ നമുക്കത് തിളങ്ങി വരുന്നത് കാണാൻ സാധിക്കും. ഒരു സൈഡിൽ ഫുള്ള് തൂത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ഒരു 10 മിനിറ്റ് 15 മിനിറ്റ് വിട്ടേക്കുക. കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ ഈ റബ്ബിംഗ് കോമ്പൗണ്ട് വണ്ടിയിലൊന്ന് പിടിക്കാനായിട്ടാണ്. നന്നായിട്ട് പിടിക്കുമ്പോഴത്തേന് ഒരു മൂടൽ കളറാവും. അപ്പോഴത്തേക്ക് നമുക്ക് ബാക്കിയുള്ള സൈഡുകളിൽ നമുക്ക് നമ്മുടെ റബ്ബിംഗ് കോമ്പൗണ്ട് അപ്ലൈ ചെയ്യാനുള്ള സമയം കിട്ടും. അപ്പം നമുക്ക് ഫ്രണ്ടിലെ അപ്പോൾ ഉണങ്ങുമ്പോഴത്തേനും നമുക്ക് ബാക്കിയുള്ള പാർട്ടിലോട്ട് ഈ റബ്ബിംഗ് കോമ്പൗണ്ട് തൂക്കാം. അപ്പം ഇത് കഴിഞ്ഞിട്ട് നമ്മൾ മൈക്രോ ഫൈബർ ക്ലോത്ത് ഉപയോഗിച്ച് നന്നായിട്ട് ക്ലീൻ ചെയ്യുകയാണ്. തൂത്ത് പഴയ പോലെ തന്നെ നമ്മുടെ വാക്സ് കോമ്പൗണ്ട് ചെയ്ത പോലെ തന്നെ നന്നായിട്ട് തൂത്ത് കളയാണ് ചെയ്യുന്നത്. അപ്പം ആ സമയം അവിടെ അപ്പം ഫ്രണ്ട് നമ്മൾ തൂക്കുമ്പോഴത്തേനും ബാക്ക് അപ്പം വശം വലിഞ്ഞ് ഉണങ്ങിയിരിക്കും. അപ്പോൾ ഇതാണ് ഇതിൻ്റെ മെയിൻ ചെയ്യുന്നത്. നന്നായിട്ട് റബ്ബ് ചെയ്ത് അതേപോലെ തന്നെ വാക്സ് കോമ്പൗണ്ട് ഉപയോഗിച്ച് റബ്ബ് ചെയ്ത് നന്നായിട്ട് നമ്മുടെ മൈക്രോ ഫൈബർ ക്ലോത്ത് ഉപയോഗിച്ച് തൂത്ത് കളയാണ് വേണ്ടത്. ഇനി മെറ്റൽ പാർട്ടിലല്ലാതെ എവിടെയെങ്കിലും നമ്മുടെ കോമ്പൗണ്ട് പിടിച്ചിരിപ്പുണ്ടെങ്കിൽ അല്ലെങ്കിൽ ചേക്കുന്ന വഴിക്ക് പറ്റിയിട്ടുണ്ടെങ്കിൽ പറ്റാൻ സാധ്യതയുണ്ട്. അപ്പോൾ തന്നെ നമ്മുടെ ഫൈബർ ക്ലോത്ത് ഉപയോഗിച്ച് തൂത്ത് കളയാണ് വേണ്ടത്. ഇല്ലെങ്കിൽ അത് അവിടെ വെളുത്ത പാടായിട്ട് വരാൻ സാധ്യതയുണ്ട്.
കംപ്ലീറ്റ് മൂടിൽ പിടിച്ചുകൂടെ ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിൽ ഒരു 10 മിനിറ്റ് കഴിഞ്ഞ് ഇപ്പോൾ ഏകദേശം 10 മിനിറ്റോളം കഴിഞ്ഞ് നമ്മുടെ ഫുൾ തൂത്തത്തിനും നമുക്കിതെല്ലാം കൂടെ ഒന്ന് തൂത്തുളയും. നമ്മൾ ഏകദേശം മൂടിൽ പിടിച്ച പോലെ ആയിട്ടുണ്ട് നമ്മുടെ വണ്ടി കംപ്ലീറ്റ് നമുക്കത് തൂത്തുളയും. ആദ്യം ഉപയോഗിച്ച മൈക്രോ ഫൈബർ ക്ലോത്ത് ഇവിടെ ഉപയോഗിക്കില്ല, വീണ്ടും നമ്മൾ പുതിയ മൈക്രോ ഫൈബർ ക്ലോത്ത് എടുക്കുക. അതുകൊണ്ടാണ് ഞാൻ 1-2 മൈക്രോ ഫൈബർ ക്ലോത്ത് ആദ്യം തന്നെ മേടിച്ചോളാൻ പറഞ്ഞിരുന്നത്. അപ്പോൾ നമ്മുടെ പുതിയ മൈക്രോ ഫൈബർ ക്ലോത്ത് എടുത്തത് തന്നെ റൗണ്ടിൽ നന്നായിട്ട് നമ്മുടെ വാക്സ് കംപ്ലീറ്റ് തേച്ച് പിടിപ്പിച്ചേക്കുന്ന ആ മൂടിൽ വന്നിരിക്കുന്ന ഭാഗം കംപ്ലീറ്റ് തേച്ച് കളയാം. അതായത് നന്നായിട്ട് റൗണ്ട് ചെയ്ത് റബ്ബ് ചെയ്യുക. അപ്പോൾ നമ്മൾ തേക്കുമ്പോൾ തന്നെ കാണാം നമ്മുടെ വണ്ടി പഴയ നല്ലൊരു തിളക്കത്തിലോട്ട് വരുന്നത് കാണാം. അപ്പോൾ നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുമ്പോൾ തന്നെ വണ്ടി നമ്മുടെ വെട്ടിത്തിറങ്ങുന്നതായിട്ട് നമുക്ക് അനുഭവത്തിൽ അല്ലെങ്കിൽ നമുക്ക് കാണാൻ സാധിക്കും. നമുക്കപ്പോൾ ഫുള്ള് കംപ്ലീറ്റ് നമ്മുടെ ഈ ക്ലോത്ത് മൈക്രോ ഫൈബർ ക്ലോത്ത് ഉപയോഗിച്ച് ഒന്ന് റബ്ബ് ചെയ്തെടുക്കാം. ഞാൻ ഹെഡ്ലൈറ്റിൻ്റെ കാര്യം പറഞ്ഞായിരുന്നു. ഹെഡ്ലൈറ്റ് നന്നായിട്ട് നമ്മൾ ഒന്ന് റബ്ബ് ചെയ്ത് തൂത്ത് കളയാം. നമ്മുടെ ഈ തൂക്കുന്നതിലാണ് ഏറ്റവും കൂടുതൽ വണ്ടിയുടെ തിളക്കം വരുന്നത്. എന്തോരം തൂക്കുന്നോ അത്രയും തിളക്കം വണ്ടിക്ക് വന്നുകൊണ്ടിരിക്കും. ഇപ്പോൾ നമുക്ക് വേണമെങ്കിൽ വാക്സിങ് അല്ലെങ്കിൽ നമുക്ക് പോളിഷിംഗ് മെഷീൻ ഉപയോഗിക്കുകയാണെങ്കിൽ നല്ല തിളക്കം വരും. നമ്മൾ കൈകൊണ്ടാണ്. അപ്പം മാക്സിമം എത്ര നേരം വേണമെങ്കിലും നമുക്ക് പോളിഷ് ചെയ്യാൻ പറ്റുമോ അത്ര നേരം പോളിഷ് ചെയ്തുകൊണ്ടിരിക്കുക. ആ പോളിഷ് ചെയ്യുന്നതോടെ നമുക്ക് തിളക്കം കൂടി വരുള്ളൂ. അപ്പോൾ ഇത് കഴിയുമ്പോൾ നമുക്ക് ഒരു കോട്ടിങ് കൂടെ വാക്സിൻ്റെ കോട്ടിങ് നമുക്ക് വണ്ടിക്ക് കൊടുക്കാം. അപ്പോൾ ഇച്ചിരിയുടെ തിളക്കം നന്നായിട്ട് വണ്ടിക്ക്, അതായത് ഒരു കോട്ട് ലെയറും കൂടെ വരുമ്പോഴത്തേനും വണ്ടിക്ക് ഇച്ചിരിയുടെ പ്രൊട്ടക്ഷനായിട്ട് കിടക്കുന്നതായിരിക്കും നമ്മുടെ ഈ ലെയറൊക്കെ. അപ്പോൾ നന്നായിട്ട് ശ്രദ്ധിക്കുക, നന്നായിട്ട് പറയുന്ന മെയിനായിട്ട് കാര്യം ശ്രദ്ധിക്കുക. നന്നായിട്ട് തന്നെ ഏറ്റവും കൂടുതൽ നമ്മൾ പറ്റുന്ന പോലെ തന്നെ വണ്ടി നന്നായിട്ട് റബ്ബ് ചെയ്യുക. നമ്മുടെ ഈ മൈക്രോ ഫൈബർ ക്ലോത്ത് ഉപയോഗിച്ച് തൂത്ത് വെളുപ്പിച്ച് മാക്സിമം കളറാക്കി എടുക്കാൻ ശ്രമിക്കുക. അപ്പം ഗൈസ് നമ്മളെ 2-3 മണിക്കൂറത്തെ പരിപാടിക്ക് ശേഷം നമ്മുടെ ഏകദേശം വാക്സിങ്ങും റബ്ബിങ്ങും എല്ലാം ഏകദേശം പോളിഷിങ് കംപ്ലീറ്റ് ആയി. ഏകദേശം നമുക്കിപ്പം വെളിയിൽ കൊടുത്താൽ എന്നെ കാണിച്ചാൽ ഒരു 5000 മുതൽ 10000 രൂപ വരെ ആയിരുന്ന വർക്കാണ്. നമ്മളിപ്പോൾ ഏകദേശം 300 രൂപയിലെ പരിപാടി ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇപ്പോൾ ഏകദേശം കണ്ടു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. വണ്ടി കണ്ടോ, റിഫ്ലക്ഷൻ കണ്ടോ, ഒരു തിളക്കം. വണ്ടിയാണ് കംപ്ലീറ്റ് കളർ പോയി കിടന്ന അവസ്ഥയാണ്. അപ്പോൾ നമുക്ക് ഇത് ചെയ്യുന്നത് കൊണ്ടൊരു വേറെ ബെനിഫിറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ പെയിൻറ്റിൻ്റെ ലെയർ നമുക്ക് പ്രൊട്ടക്റ്റ് ചെയ്യാൻ പറ്റും. അതാണ് മെയിനായിട്ട് കിടക്കും. കുറച്ച് കഴിയുമ്പോഴത്തേനും നമ്മുടെ ഈ പുതിയ വണ്ടിയുടെ പെയിൻറ്റിംഗ് എല്ലാം കുറച്ച് കഴിയുമ്പോഴത്തേനും അതിൻ്റെ ഒരു ലെയർ മങ്ങിയിട്ട് ക്ലിയർ കട്ടായി പോകാറുണ്ട്. അപ്പോൾ ഈ സാധാരണഗതിയിൽ നമ്മുടെ ഈ പെയിൻറ്റ് പോകുമ്പോൾ നമ്മുടെ സാൻഡ് പേപ്പർ വെച്ചാൽ പോകുന്ന ക്ലിയറായി വന്നേക്കുന്നതാണ്. നല്ല പെയിൻറ്റ് കട്ട് ചെയ്ത് പോയതാണെങ്കിൽ നമുക്ക് പെയിൻറ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ അല്ലാതെ ക്ലിയറായി കട്ട് ചെയ്ത പെയിൻറ്റ് പോയേക്കുന്ന എല്ലാം തന്നെ നമ്മളിപ്പം സാൻഡ് പേപ്പർ ഉപയോഗിച്ച് റിമൂവ് ചെയ്തപ്പോഴത്തേനാണെങ്കിൽ നല്ല വൃത്തിയായിട്ട് പഴയ പെയിൻറ്റ് പോലെ തന്നെ ഏകദേശം രൂപം കൊണ്ടോ പോലെ തന്നെ നമുക്കിരിക്കാൻ തുടങ്ങി. നമുക്ക് ഹെഡ്ലൈറ്റ് നമ്മളിപ്പോൾ ഏകദേശം ക്ലിയർ ആക്കിയിട്ടുണ്ട്. ഇത് ഫുള്ള് ഒരു എന്താ പറയുക മങ്ങിയ രീതിയിലായിരുന്നു. ഇപ്പോൾ ഏകദേശം ഒരു പുതിയ മോഡലോട്ടായിട്ടുണ്ട്. വണ്ടി കംപ്ലീറ്റ് നോക്കി ഒരു കളർ വ്യത്യാസം വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിനകത്ത് ഗുണം കിട്ടുന്നുണ്ട്. ഇനി നമുക്ക് വേണമെങ്കിൽ ഇതിൻ്റെ സെറാമിക് കോട്ടിൻ്റെ ലിക്വിഡ് മേടിക്കാൻ കിട്ടും. എനിക്ക് ആമസോണിലുണ്ടെന്ന് തോന്നുന്നു. 1990 2000 രൂപയാണ്. അതുകൊണ്ട് 30 ml ഉള്ളൂ. 30 ml എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഏകദേശം ഒരു 5 കോട്ടോളം കൊടുക്കേണ്ടതാണ്. അപ്പോൾ ഫുൾ വണ്ടി കോട്ട് ചെയ്യാനും കിട്ടുമെന്നൊരു സംശയമാണ്. പക്ഷേ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. വണ്ടി ഇപ്പോൾ തന്നെ നല്ല ക്ലിയറാണ്. ഒന്നാമത്തെ കാര്യം പെയിൻറ്റ് നന്നായിട്ട് പ്രൊട്ടക്റ്റ് ചെയ്യും. വെള്ളം വീണാൽ പോലും നമുക്ക് ഈ വാട്ടർ റിപ്പലൻ്റ് ആണ്. നന്നായിട്ട് ഒരു വാക്സ് കണ്ടീഷനായി വണ്ടിക്ക് ഇപ്പം. അപ്പോൾ ഇത് കൂടുതലൊന്നും വണ്ടിക്ക് ഇനി ആവശ്യമില്ലെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അപ്പോൾ ഈ സെറാമിക് കോട്ടിങ് ഇത് തമ്മിലുള്ള വ്യത്യാസം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ സെറാമിക് കോട്ടിങ്ങിന് കുറച്ചുകൂടെ ഗ്ലേസിങ് അല്ലെങ്കിൽ ഒരു നല്ല ഗ്ലേസിങ് കൂടുതൽ കിട്ടും. പക്ഷേ അത് എത്ര കാലം ലൈഫ് ഉണ്ടെന്ന് എനിക്കറിയാൻ പറ്റില്ല. പക്ഷേ ഈ വാക്സിനാണെങ്കിൽ ഒരു 100% ഗ്യാരണ്ടിയോട് കൂടി പറയാം. ഒരു കൊല്ലത്തോളം ഗ്യാരണ്ടി ഉണ്ട്. ഞാൻ നേരത്തെ വാക്സ് ചെയ്തതാണ് എൻ്റെ വണ്ടി. ഏകദേശം ഒരു കൊല്ലത്തിന് മണ്ടയായി കേട്ടോ. ഞാൻ ഒരു 1.5 കൊല്ലത്തോളമായി വണ്ടി വാക്സ് ചെയ്തിട്ട്. അപ്പം ഈ ഇടയ്ക്ക് എൻ്റെ കളർ നന്നായിട്ട് പൊങ്ങി. അത് പറഞ്ഞപ്പോഴാണ് ഒരു കാര്യം പ്രത്യേകം പറയാൻ പോകുന്നത്. നമ്മളിപ്പം ഈ ലേക്ക് റോഡിൻ്റെയൊക്കെ ഷാമ്പൂ ഇല്ലേ, അതേപോലെ തന്നെ നമ്മുടെ വണ്ടി കഴുകുന്ന എല്ലാ ഷാമ്പുവും ആ ഷാമ്പു ഉപയോഗിച്ച് നമ്മൾ വണ്ടി കഴുകുമ്പോൾ നല്ല തിളക്കമൊക്കെയാണ് കേട്ടോ. നന്നായിട്ട് ചെളിയൊക്കെ പോകും. ചെളി കംപ്ലീറ്റ് പോകും. പക്ഷേ നമ്മുടെ വണ്ടിയെ തേച്ചിരിക്കുന്ന വാക്സ്, അതേപോലെയുള്ള ഒരു ക്ലിയറിൻ്റെ കട്ട്, അതേപോലെയുള്ള അതായത് തിളക്കമുള്ള വണ്ടിയുടെ തിളക്കം കംപ്ലീറ്റ് പോയി. ഞാൻ എൻ്റെ വണ്ടിയുടെ മുന്നോട്ട് നോക്കിയപ്പോൾ ഞാൻ കംപ്ലീറ്റ് ഇപ്രാവശ്യം വാക്സ് ചെയ്യാനുള്ള കാരണം അത് തന്നെയാണ്. അപ്പം നിങ്ങളിപ്പോൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ഉപയോഗിച്ച് നോക്കുക. എൻ്റെ ഒരു ഉപയോഗത്തിൽ നിന്നൊരു കാര്യം ഞാൻ പറഞ്ഞതാണ്. അപ്പം നിങ്ങൾ ഉപയോഗിച്ചിട്ട് അങ്ങനെയാണെന്ന് എനിക്കറിയില്ല. എൻ്റെ വണ്ടിയിൽ ഉപയോഗിച്ചിട്ട് അപ്പോൾ നന്നായിട്ട് ചെളിയൊക്കെ പോകുന്നുണ്ട്. പക്ഷേ അടിപൊളിയായിട്ട് ചെളിയെല്ലാം കാര്യങ്ങളും പോകുന്നുണ്ട്. പക്ഷേ വണ്ടിയുടെ ആ തിളക്കം പോകുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ വീണ്ടും വാക്സ് ചെയ്തേക്കുന്നത്. അപ്പോൾ നമുക്ക് വണ്ടി എങ്ങനെയാണ് വാക്സ് ചെയ്തതെന്ന് ഫുള്ളൊന്ന് കണ്ടു നോക്കാം.